വിശാലമായ ഫലസ്തീൻ പ്രവിശ്യയിൽ 30 വർഷത്തോളം പ്രബോധനം നടത്തിയിട്ടും ബനൂ ഇസ്രായേലുകൾ അദ്ദേഹത്തെ ഒരു നിലക്കും പരിഗണിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 12 പേരടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൂടെ കൂടുന്നത്. ദ സ്റ്റോറി ഓഫ് ഈസ അലൈഹിസ്സലാം. എന്നിൽ വിശ്വാസമുള്ളവർ ആരൊക്കെ എന്ന ഈസാ നബിയുടെ ചോദ്യത്തിന് ഞങ്ങളുണ്ട് എന്ന് ഉത്തരം നൽകിയവരായിരുന്നു ഖുർആൻ പരിചയപ്പെടുത്തിയ 12 പേരടങ്ങുന്ന ഹവാരിയുകൾ. വലിയ വലിയ മോചിസത്തുകൾ കാണിച്ചിരുന്ന ഈസാ നബിയോട് ഞങ്ങൾക്കും ഒരു മോചിസത്ത് കാണിച്ചു തരണമെന്നവർ വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെട്ടു. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിച്ചിരുന്ന അന്നത്തെ ജനത ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു ഭക്ഷണത്തളിക വേണം, അതും സ്വർഗത്തിൽ നിന്ന്. ഹവാരികൾ തങ്ങളുടെ ആവശ്യം അവതരിപ്പിച്ചു. എന്നിരുന്നാലും തന്നിൽ വിശ്വസിച്ച് കൂടെ കൂടിയവരല്ലേ, ചെയ്യാതിരിക്കാൻ പ്രവാചകനും മനസ്സ് തോന്നിയില്ല. ഉടൻ തന്നെ 2 കരങ്ങളും നീട്ടി ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ. ഈസാ അലൈഹിസ്സലാമയുടെ ആ പ്രാർത്ഥന ആകാശലോകവും താണ്ടി ഒടുവിൽ പടച്ചവൻ്റെ അടുക്കലെത്തി. ആവശ്യമൊക്കെ നിറവേറ്റി തരാം, പക്ഷേ മോചിസത്തുകൾ കാണുന്ന പക്ഷം പടച്ചവൻ്റെ കഴിവിനെ തിരിച്ചറിയുകയും പിന്നീട് ഒരിക്കലും നിങ്ങൾ സത്യനിഷേധികളാവുകയില്ല എന്ന് ഉറപ്പു തരികയും ചെയ്യണമെന്ന നിബന്ധനയോടുകൂടി ഈസാ അലൈഹിസ്സലാമയുടെ അപ്പോസ്തലന്മാർക്കായി സ്വർഗ്ഗലോകത്ത് നിന്നും വിഭവസമ്പന്നമായൊരു ഭക്ഷണത്തളിക റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തുവെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്.